Hello and welcome back. This is Robin, your language trainer, and you're watching Learn English with Robin. This is English speaking practice number 3, part 12. Part 1 മുതൽ 11 വരെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുവരെ കാണാത്തവർ പാർട്ട് 1 തൊട്ട് പാർട്ട് 11 വരെ പിന്നീട് നിങ്ങൾ കണ്ടു നോക്കുക. സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. സ്മാർട്ട് ഫോൺ ഒരു അനുഗ്രഹമാണോ ശാപമാണോ? സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് പ്രസൻറ്റേഷൻ. ബിഫോർ ദാറ്റ് നമ്മൾ എന്തിനാണ് ഈ ടോപ്പിക് പ്രസൻറ്റേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ഹിയർ യു വിൽ ഗെറ്റ് എ ചാൻസ് ടു ലിസൺ ടു ഇംഗ്ലീഷ്. Here it is English speaking practice as well as English listening practice. You can learn English vocabulary, daily use English words. You can even learn daily use English sentences as well. You will get English to Malayalam translation also with Malayalam meanings. The objective of topic presentations, you will get a chance to listen to someone speaking in English and also can listen to the translations in Malayalam. നിങ്ങൾക്ക് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൾസോ യു ക്യാൻ ലിസൺ ടു ദ ട്രാൻസ്ലേഷൻസ്. മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. To learn usages in English and better vocabulary. ഇംഗ്ലീഷിലെ എന്ന് ഉപയോഗിക്കുന്ന യൂസേജസ് ഒക്കെ പഠിക്കുക, ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് വൊക്കാബുലറി പഠിക്കുക. ഓക്കെ, സോ ഒരു കാര്യം ഞാനിവിടെ ഓരോ കാര്യം മൗസ് വെച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇത് കാണുന്നവർക്ക് ഞാൻ എങ്ങനെയാണ് ക്ലാസ് ഇത് എടുക്കുന്ന രീതി അറിയാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ബ്ലൂ കളറിൽ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒപ്പം വായിക്കുക. ഇഫ് യു ആർ ആൻ ആക്റ്റീവിലാണ്, ഒരു പാഷനേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനിവിടെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക, നോട്ട്ബുക്ക് മാറ്റി വെക്കുക, ഇംഗ്ലീഷ് വേർഡ്സ് എഴുതി വെക്കുക, അർത്ഥങ്ങൾ എഴുതുക, ഇതേപോലെ സെൻറ്റൻസ് യൂസേജ് എഴുതാൻ മറക്കരുത്. അതും കൂടെ പഠിച്ചാലാണ് കാര്യമുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം. ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് സ്മാർട്ട് ഫോൺസ്. And from part 11 onwards, we started with the negatives of smartphones. So here we are continuing with the negative. Part 12, part 11 continuation. We are discussing about the negative sides of smartphones. In the last part, we have started with a discussion on the negative sides of smartphones. Let's continue with that. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ തുടങ്ങിയിരുന്നു നെഗറ്റീവ് സൈഡ്സ്, സ്മാർട്ട് ഫോണിൻ്റെ ദോഷങ്ങളെ പറ്റി. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാനവിടെ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കേണ്ട. വാട്ട് ഓവർ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഐ ആം ടെല്ലിംഗ് ഹിയർ, ഐ വിൽ ഗീവ് ദ മലയാളം ട്രാൻസ്ലേഷൻ. പറയുന്ന എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസിനും മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നതുകൊണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, യൂസേജസിൽ മലയാളം അർത്ഥങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ദിസ് ഇസ് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് സെഷൻ. അതുകൊണ്ട് ഫുൾ മലയാളം ഉപയോഗിക്കാൻ പറ്റില്ല. ഐ വിൽ യൂസ് ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ മലയാളം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ്സ് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. സ്മാർട്ട് ഫോൺ വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ആൾക്കാർ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, നിങ്ങൾക്കറിയാം. സോ വി ക്യാൻ റീഡ് ഇറ്റ് ടുഗദർ. Please read along with me. With smartphones gaining popularity, communication happens mostly through smartphones. സ്മാർട്ട്ഫോൺസിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരുന്നതുകൊണ്ട്, ഗെയിനിങ് പോപ്പുലാരിറ്റി, കൂടുതൽ പോപ്പുലാരിറ്റി പ്രസിദ്ധി നേടുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് മോസ്റ്റ്ലി ത്രൂ സ്മാർട്ട് ഫോൺ. മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലും. നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാർ സംസാരിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സ്മാർട്ട് ഫോൺ വഴിയാണ്, നേരിട്ടല്ല. അതാണ് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? മിക്ക ആൾക്കാരും മോസ്റ്റ് പീപ്പിൾ ലൈക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ ദ സ്മാർട്ട് ഫോൺ റാദർ ദാൻ ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് സം വൺ ഡയറക്ട്ലി. മിക്ക ആൾക്കാരും ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? സ്മാർട്ട് ഫോണിൽ കൂടെയാണ്. റാദർ ദാൻ ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് സം വൺ, നേരിട്ട് ഒരാളോട് സംസാരിക്കുന്നതിന് പകരം, റാദർ ദാൻ അതിന് പകരം. ഓക്കെ, തിങ്ക് അബൌട്ട്, ആലോചിച്ച് നോക്കൂ. Think about some years back when people were happy to meet each other and spend time together. കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആൾക്കാർ തമ്മിൽ കാണാനും കണ്ടുമുട്ടാനും മീറ്റ് ചെയ്യാനും സമയം ചെലവഴിക്കാനും ഒക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ലെന്നല്ല, ആ ശീലങ്ങൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്മാർട്ട് ഫോൺസിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ട് നേരിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ nowadays, due to the hectic work culture and access to smartphones and internet, most people either don't have time to talk to people or don't like to do so. ഇന്നത്തെ കാലത്ത് ഹെക്റ്റിക് വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് തിരക്ക് പിടിച്ച ജോലി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, തിരക്ക് പിടിച്ച ജോലി, ആ ഒരു കൾച്ചർ, ആ ഒരു വർക്ക് കൾച്ചറാണ് ഇപ്പം. സോ നൗഡേയ്സ് ഇക്കാലത്ത് ഒരുപാട് തിരക്ക് പിടിച്ച ജോലിയൊക്കെ ഉള്ളതാണ്. ആൻഡ് ആക്സസ് ടു സ്മാർട്ട് ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ്. എന്താണ് ആക്സസ് എന്ന് പറഞ്ഞാൽ? സ്മാർട്ട് ഫോൺസിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത. ആക്സസിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ അർത്ഥം വരുന്നത് എന്താണ്? ആക്സസ്, ആ ഒരു ലഭ്യത, അത് അവൈലബിലിറ്റി ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് വാക്കിന് നമ്മൾ എത്ര ഡിക്ഷണറി മീനിങ് പഠിച്ചാലും മൾട്ടിപ്പിൾ മീനിങ്സ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മീനിങ്സ് മാറും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഇഫ് യു ക്യാൻ കൾട്ടിവേറ്റ് എ ഹാബിറ്റ് ഓഫ് റീഡിംഗ് ബുക്സ് ഓർ റീഡിംഗ് ആർട്ടിക്കിൾസ് ആസ് വെൽ ആസ് ലിസണിങ് ടു ഇംഗ്ലീഷ് പ്രോഗ്രാംസ്. ഇവിടെ ഇംഗ്ലീഷ് ലിസണിങ് പ്രാക്ടീസിൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ തരാൻ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മറ്റ് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് നിങ്ങൾ ലിസൺ ചെയ്യണം.
നൗഡേസ് ഡ്യൂ ടു ദ ഹെക്റ്റിക് വർക്ക് കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജോലിയുടെ കാര്യവും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് ഇൻ്റർനെറ്റും ഉള്ള കാരണം മോസ്റ്റ് പീപ്പിൾ, മിക്ക ആൾക്കാരും ഐദർ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് ടു പീപ്പിൾ ഓർ ഡോണ്ട് ലൈക്ക് ടു ഡൂ സോ. മിക്ക ആൾക്കാർക്കും ഒന്നുകിൽ ആൾക്കാരോട് സംസാരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യം, ഡോണ്ട് ലൈക്ക് ടു ഡൂ സോ, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഇത് ഓൾറെഡി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ഹെൽത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന എല്ലാ യൂസേജസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, മലയാളം അർത്ഥം എഴുതുക, ഈ സെൻറ്റൻസുകൾ എഴുതി വെക്കുക അതിൻ്റെ. ഓക്കെ, ഈ തവണ യൂസേജസ് ആൻഡ് വൊക്കാബുലറി പ്രിപ്പയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കുക. ഈ തവണ അത് പ്രിപ്പയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ക്ഷമിക്കുക. ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറയാം. നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ബാധിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ യൂസേജ്. എക്സസീവ് യൂസ് ഓഫ് സ്മാർട്ട് ഫോൺ ലീഡ്സ് ടു മോർ സ്ക്രീൻ ടൈം. ഒരുപാട് നേരം സ്മാർട്ട് ഫോൺ അമിതമായ ഉപയോഗം, എക്സസീവ് യൂസ്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കാണാതെ എന്തിലേക്ക് നയിക്കുന്നു? ലീഡ്സ് ടു, അതിലേക്ക് നയിക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെയും തലയൊക്കെ ബാധിച്ചേക്കാം. ഇഫ് വി ചെക്ക് അവർ സ്ക്രീൻ ടൈം ഓൺ അവർ സ്മാർട്ട് ഫോൺസ് വി വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് ടൈം വി സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ ഓർ പ്ലേയിങ് ഫോർ പ്ലേയിങ് മൊബൈൽ ഗെയിം. നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം അത് നോക്കാവുന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. മൊബൈലിൽ എത്ര സ്ക്രീൻ ടൈം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും നോക്കുവാണെങ്കിൽ നിങ്ങൾ എത്ര സമയം സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര സമയം മൊബൈൽ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എത്ര സ്ക്രീൻ ടൈം നിങ്ങൾ ഇത് എത്ര സമയം സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ സർപ്രൈസ്ഡ് ആവും, കാരണം നമ്മൾ അത്ര അധികം സമയം സോഷ്യൽ മീഡിയയിലോ ഗെയിം കളിക്കാനോ ചിലവഴിച്ചിട്ടുണ്ടാവാം. Excessive screen time leads to multiple health issues like headache, eye problems and insufficient sleep time. Excessive screen time leads to multiple health issues like headache, eye problems and insufficient sleep time. ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ളത് നമ്മൾ എന്തിലേക്ക് നയിക്കുന്നു? മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. തലവേദന, ഹെഡേക്ക്, ഐ പ്രോബ്ലംസ്, കണ്ടുള്ള പ്രശ്നങ്ങൾ. ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ് ടൈം, അത് ഒരു ലേറ്റ് നൈറ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം. സഫിഷ്യൻറ്റ് മീൻസ് ആവശ്യത്തിനുള്ളത്, ഇൻസഫിഷ്യൻറ്റ് ആവശ്യത്തിന്, അത് പോരായ്മ. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിനുള്ള സ്ലീപ്പ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഗോയിങ് ടു ബെഡ് ലേറ്റ് ലീഡ്സ് ടു വേക്കിംഗ് അപ്പ് ലേറ്റ് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ഇറ്റ് ക്യാൻ അഫക്റ്റ് അവർ ടൈം മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ. നമ്മൾ വൈകി കിടക്കുന്നത്, ഗോയിങ് ടു ബെഡ് ലേറ്റ്, ഇറ്റ് ലീഡ്സ് ടു എന്തിലേക്ക് നയിക്കുന്നു? വേക്കിംഗ് അപ്പ് ലേറ്റ്, അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? വൈകിയാണ് ഉണരുന്നത്. അത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വിചാരിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി ഈ ചാനലിലുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റുകൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുക, പരമാവധി എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 500 rupees തൊട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്ക് PDF കിട്ടും. അതിൻ്റെ കൂടെ പേഴ്സണൽ ട്രെയിനറുടെ അസിസ്റ്റൻസ് ഉള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇ ബുക്ക് PDF ഫോർമാറ്റ് 200 rupees അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കംപ്ലീറ്റ് കോഴ്സിൻ്റെ കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെറ്റീരിയൽസ് ആയിട്ട് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ. So for more details on these books or courses, you can call me on this number, serial number കൊടുത്തിട്ടുണ്ട്. So that's all for today. I'll be back in the next training session soon. Bye.